മക്കളെ, ഇന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ മോഡൽ നോക്കാം. സെക്കൻഡ് ടൈമിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഗിഡ്കി എന്ന ലഘുകഥയിൽ നിന്നാണ്. തന്നിരിക്കുന്ന പാരാഗ്രാഫ് നോക്കി വായിച്ചതിന് ശേഷം താഴെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ എഴുതുക. സഹി വികൽപ്പ് ചുൻകർ ലിഖേം എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. വഹ് പ്ലസ് കെ ഉസ്ക, വഹ് പ്ലസ് ക ഉസ്ക. ഉസ്ക എന്നതിൻ്റെ ശരിയായ വികൽപ്പാണ് നമ്മൾ എടുത്തെഴുതേണ്ടത്. ഉസ്ക, വഹ് പ്ലസ് ക എന്നാണ് ഉസ്ക, വഹ് പ്ലസ് ക ഉസ്ക. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. യുവതിക്ക് ആംഗേംബർ ആയിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, യുവതിയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തുകൊണ്ടാണ് യുവതിയുടെ കണ്ണുകൾ നിറഞ്ഞത് എന്നാണ് ചോദ്യം. അതിലെ ആൻസർ നമുക്ക് നോക്കാം. ഇവിടെ ആൻസർ കീയിൽ ആ ഒരു ആൻസർ മാത്രമുണ്ട്. അപ്പോൾ നമുക്കത് അപ്പനെ ജീവൻ കി കഠിനായോ കെ ബാരേമേ സോച്ച്കർ എന്താണ്? അപ്പനെ ജീവൻ കി കഠിനായോ കെ ബാരേമേ സോച്ച്കർ എന്നാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ലഘുകഥ കെ ഇസ് പ്രസംഗ് പർ പടുക്കഥ കാ ഏക് ദൃശ്യ ലിഖേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ലഘുകഥയുടെ ഈ പ്രസംഗ്, അതായത് ഇവിടെ തന്നിരിക്കുന്ന പാരഗ്രാഫ് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആ ഭാഗത്തിനെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പടുക്കഥ തയ്യാറാക്കണം. അപ്പോൾ നമുക്ക് പടുക്കഥ തയ്യാറാക്കിയത് നോക്കാം. പടുക്കഥ, റെയിൽഗാഡി, ആദ്യം തന്നെ സ്ഥാനം എഴുതണം. റെയിൽഗാഡി ജനറൽ കോച്ച്, സമയ് സുബഹ് 8 ബജെ. റെയിൽഗാഡി ജനറൽ കോച്ച് ആണ് സ്ഥലം, റെയിൽഗാഡിയിലാണ്. സമയം സുബഹ് 8 ബജെ, സമയം രാവിലെ 8 മണിയാണ് സമയം. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് കഥാപാത്രങ്ങൾ ആരൊക്കെയെന്നും അവരുടെ വേഷഭൂഷയുമാണ് എഴുതേണ്ടത്. അപ്പോൾ കഥാപാത്രങ്ങളെയും വേഷഭൂഷയും ഇവിടെ എഴുതിയിട്ടുണ്ട്. പുരുഷ പാത്ര കരീബ് 45 साल का आदमी പത്ലൂൻ ഓർ കുർത്ത. പുരുഷ കഥാപാത്രം ഏകദേശം 45 വയസ്സ് തോന്നിക്കുന്ന ഒരു വ്യക്തി പത്ലൂൻ ഓർ കുർത്തയാണ് ധരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പത്നി ഏകദേശം 35 വയസ്സ് തോന്നിക്കുന്ന യുവതിയാണ്, ചുരിദാറാണ് ധരിച്ചിരിക്കുന്നത്. പിന്നെ കുട്ടി, അവിടെ കരീബ് 12 സാൽ 12 വയസ്സ് തോന്നിക്കുന്ന ഒരു കുട്ടിയുണ്ട്, അതും പത്ലൂൻ ഓർ ബനിയനാണ് ധരിച്ചിരിക്കുന്നത്. യുവതി കരീബ് 40 സാൽ കി ഔരത്ത്. യുവതി ഏകദേശം 40 സാൽ കി ഔരത്താണ്, 40 വയസ്സ് പ്രായം തോന്നിക്കുന്ന സ്ത്രീയാണ് യുവതി. സാരിയാണ് ധരിച്ചിരിക്കുന്നത്. നമുക്കിവിടെ ഈ 3 എഴുതിയാൽ മതി കേട്ടോ. ശരിക്കും 3 എഴുതിയാൽ മതി. പുരുഷ പാത്ര, പത്നി, അതുപോലെ തന്നെ യുവതി, അത്രയും മതി. ഇത് വേണം നിർബന്ധമില്ല. ഓക്കെ, ഇനി നമുക്ക് ദൃശ്യക്ക വിവരണം നോക്കാം. സർദി കാ ദിൻ റെയിൽഗാഡി കെ जनरल कोच में युवती पत्नी को शाल खरीदने के लिए इसरार करती है. ഒരു തണുത്ത കാലാവസ്ഥയാണ്, തണുപ്പുള്ള ദിവസം. അതിൽ റെയിൽഗാഡിയിൽ ജനറൽ കോച്ചിൽ വെച്ചിട്ട് ഒരു യുവതി ഭാര്യയോട് ഷാൾ വാങ്ങാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നതാണ് സന്ദർഭം. ഇനി അതിലുള്ള സംവാദം നോക്കാം. യുവതി, ദീദി ബഹുത്ത് ബടിയ കാശ്മീരി ഷാൾ ഹേ ലീജിയന. ചേച്ചി, വളരെ മേൽത്തരം, വളരെ മുന്തി, അതായത് നല്ല കാശ്മീരി ഷാളാണ്, വാങ്ങിച്ചാലും എന്ന് പറയാണ്, ലീജിയെ എടുത്താലും. പത്നി, കിത്തനി ദീ ഹേ, കിത്തനി കി ഹേ, എത്രയാണ്, അതിൻ്റെ വില എത്രയാണ് എന്ന് പത്നി ചോദിക്കുകയാണ്. യുവതി, 250. പത്നി, 5 പീസ് കിത്തനെ കോ ദേഗി. 5 പീസ് ആണെങ്കിൽ എത്രയ്ക്ക് തരും എന്ന് യുവതി ചോദിക്കുകയാണ്. പത്നി ചോദിക്കുകയാണ്. അപ്പോൾ യുവതി പറയാണ്, 1 പീസ് 200 രൂപയെ, ഒരു പീസിന് 200 രൂപ. പത്നി, നെഹി 100 രൂപയെ, അല്ല 100 രൂപ, 100 രൂപയ്ക്കാണെങ്കിൽ എടുക്കാം എന്ന രീതിയിൽ പത്നി പറയാണ്, അതല്ല 100 രൂപ. യുവതി, യഹ് തോ ബഹുത്ത് കം ഹേ. യുവതി പറയാണ്, അത് വളരെ കുറവാണ്. പത്നി, ന തേരി ന മേരി 150 per പീസ്, 5 പീസ് ദേ ദോ. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ലാതെ എത്ര രൂപയ്ക്കാണ്? 150 രൂപയ്ക്ക്, 2 പേർക്കും നഷ്ടമില്ലാത്ത രീതിയിൽ 150 രൂപയ്ക്ക് 5 പീസ് എടുത്തോളൂ എന്ന് ആര് പറയുന്നു? പത്നി പറയുന്നു. യുവതി, അച്ഛാ ദീദി ഹേ ലീജിയെ, ശരി ചേച്ചി
ഇത് എടുത്താലും എന്ന് യുവതി പറയാണ്. അങ്ങനെ നമ്മുടെ ആ സംവാദം അവിടെ അവസാനിക്കുന്നു. നിങ്ങളിവിടെ ലാസ്റ്റ് ദൃശ്യ സമാപ്ത് എന്ന് എഴുതണം. ഓക്കെ, ദൃശ്യ സമാപ്ത് എന്ന് എഴുതാം. ഇനി നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. केशव को कोई भी टीम अपनी तरफ गिलाने को तैयार नहीं दिक्क्यों. കേശവിനെ അവരുടെ കൂട്ടത്തിൽ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീമും തയ്യാറായിരുന്നില്ല. എന്താണ് അതിന് കാരണം എന്നാണ് ചോദിച്ചത്. കേശവ് മസ്തൂർ പഹരേദാരോं का लड़का होने के कारण होगा. होगा എന്ന് എഴുതണേ. കാരണമായിരിക്കാം, അതുകൊണ്ടായിരിക്കാം എന്നാണ്. അത് തന്നെയാണ് കാരണം എന്ന് ഉറപ്പിച്ച് പറയല്ല. അതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവൻ ആ നാട്ടിലുള്ള കുട്ടിയല്ലാത്തത് കൊണ്ടായിരിക്കാം. 2 ആൻസർ നമുക്കതിന് കൊടുക്കാം. അപ്പൊ എന്താ പറഞ്ഞത്? കേശവ് മസ്തൂർ പഹരേദാരോं का लड़का होने के कारण. കേശവ് തൊഴിലാളി കുടുംബത്തിലെ കുട്ടിയായ കാരണത്താലേ ആയിരിക്കാം എന്നാണ് നമ്മൾ ആൻസർ എഴുതിയിരിക്കുന്നത്. 5ാമത്തെ ചോദ്യം നോക്കാം. പ്രസ്തുത പ്രസംഗ് पर माता पिता और केशव के बीच की संभावित बातचीत लिखें. ഈ ഇവിടെ തന്നിരിക്കുന്ന പാരഗ്രാഫ് വായിച്ചതിന് ശേഷം കേശവും അവന്റെ അച്ഛനും അമ്മയും തമ്മിലുള്ള ബാച്ച് തയ്യാറാക്കാനാണ് പറഞ്ഞത്. നമുക്ക് ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. कोई भी टीम उसे अपनी तरफ गिलाने को तैयार नहीं होती थी. कई बार केशव ने अपने माता पिता से उसके लिए भी बल्ला और बॉल खरीद देने का आग्रह किया था, मगर माता पिता ने उसे ठपट दिया था. जब तू अच्छे नंबर से 5वीं पास कर लेगा तो एक बॉल खरीद ही देंगे. അപ്പോൾ നമുക്ക് ആൻസർ എഴുതിയത് നോക്കാം. കേശവ് ഇവിടെ പിതാജി എന്നാണ് കേട്ടോ. പിതാജി എന്നാണ്. പിതാജി, കേശവ് പിതാജീനെ വിളിക്കുകയാണ്. പിതാജി എന്ന് എഴുതാം. കേശവ് പിതാജി. പിതാജി ക്യാ ഹേ ബേട്ട, എന്താണ് മോനെ? കേശവ് മുझे एक ബെല്ല और ബോൾ खरीद दीजिए, എനിക്കൊരു ബോളും ബാറ്റും വാങ്ങിച്ചു തന്നാലും. പിതാജി ക്യോ, എന്തിന്? പിതാജി ചോദിക്കാണ്. കേശവ് मैं क्रिकेट खेलना बहुत पसंद करता हूँ माताजी. അല്ലെങ്കിൽ നമുക്കിവിടെ ഈ സെന്റൻസ് ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന പാരഗ്രാഫ് ഉണ്ടല്ലോ, ആ പാരഗ്രാഫിലുണ്ട് कोई भी टीम उसे अपनी तरफ गिलाने को तैयार नहीं होती. അപ്പോൾ ഈ ഹോത്തി ദി വേണ്ട, ഹോത്തി വരെ എടുക്കുക. അതുപോലെ തന്നെ कोई भी टीम उसे എന്നുള്ളിടത്ത് മുझे എന്ന് ചേർക്കുക. എന്നെ, ഒരു ടീമും എന്നെ അവരുടെ കൂട്ടത്തിൽ കളിക്കാൻ കൂട്ടുന്നില്ല. ഉസേ എന്നുള്ളിടത്ത് എന്ത് എഴുതുക? മുझे. कोई भी टीम मुझे अपनी तरफ ഗിലാനെ കോ തയ്യാർ നഹി ഹോത്തി, അത് എഴുതാം കേട്ടോ. എന്നിട്ട് മാതാജി പറയാണ് ജബ് തു അച്ഛേ നമ്പർ സെ 5वीं പാസ് കർ ലേഗാ തോ ഏക് ബോൾ ഖരീദ് ഹി ദേംഗെ. ആ മാതാജി പറയാണ്, നീ എപ്പോഴാണോ നല്ലൊരു മാർക്കോട് കൂടി 5ാം ക്ലാസ് പാസ്സാവുന്നത് അപ്പോൾ നിനക്കൊരു ബോള് വാങ്ങിച്ച് നൽകാം എന്ന് മാതാജി പറയുന്നു. കേശവ് അപ്പൊ ബെല്ല, അപ്പൊ കേശവ് ചോദിക്കുകയാണ് അപ്പോൾ ബാറ്റോ? പിതാജി ചുപ് ബൈഠോ കേശവ് ജാക്കർ പഠോ എന്ന് പിതാജി പറയുന്നു. അതിന് പകരം നമുക്ക് ആ പാരഗ്രാഫിന് ശേഷം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ലൈൻ ഉണ്ടല്ലോ, ഉസ്കെ ബാരെ മേ ബി തബ് സോച്ചെങ്കി, അതിനെക്കുറിച്ച് നമുക്ക് അപ്പോൾ ചിന്തിക്കാം എന്ന് പറയുന്നത്, അത് വേണമെങ്കിൽ അത് നമുക്കിവിടെ എഴുതാം. ഓക്കെ, ആ ഒരു സെന്റൻസ് എഴുതാം. ആ സമയത്ത് നിങ്ങൾ അത് കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതാം, ഇല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും സന്ദർഭത്തിനനുസരിച്ചിട്ട് ഒരു സെന്റൻസ് ഉണ്ടാക്കി എഴുതി കൊടുക്കുക. ഉസ്കെ ബാരെ മേ ബി തബ് സോച്ചെങ്കെ എന്ന സെന്റൻസ് നിങ്ങൾക്ക് ഇവിടെ എഴുതാം. അത് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, അണ്ടർലൈൻ ചെയ്ത് വെച്ച് പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. परीक्षा के बाद केशव ने दादाजी से माता पिता के पास जाने का आग्रह किया. इस पर കേശവ് और दादाजी के बीच की संभावित बातचीत लिखें എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പരീക്ഷയ്ക്ക് ശേഷം കേശവ് ദാദാജിയോട് അച്ഛൻ്റെയും അമ്മയുടെയും അരികിലേക്ക് പോവാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. ഇസ് പർ കേശവ് ഓർ ദാദാജി, ഇതിൽ കേശവും ദാദാജിയും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ എഴുതിയത് നോക്കാം. കേശവ് ദാദാജി മേ ഷഹർ ജാനാ ചാത്താഹും. കേശവ് പറയാണ് ദാദാജി ഞാൻ പട്ടണത്തിൽ പോവാൻ ആഗ്രഹിക്കുന്നു. ദാദാജി ചോദിക്കുകയാണ് ക്യോം, എന്തിന്?
കേശവ് മാം ബാപ്പു സെ മിൽനെ കെ ലിയെ അച്ഛനെയും അമ്മയെയും കാണാൻ. ദാദാജി പരീക്ഷ കഥം ഹോ ഗയാ. ഇവിടെ നമുക്കൊരു ക്യാ കൊടുക്കട്ടോ. ക്യാ പരീക്ഷ കഴിഞ്ഞോ എന്നല്ല ചോദിക്കുന്നത്, അപ്പോൾ ഇവിടെ ക്യാ എന്ന് കൊടുക്കുക. ക്യാ അപ്പോഴാണ് ചോദ്യമായിട്ട് വരിക. ക്യാ പരീക്ഷ കഥം ഹോ ഗയാ, ഇവിടെ ക്വസ്റ്റ്യൻ മാർക്കും കൊടുക്കുക. പരീക്ഷ കഴിഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. കേശവ് ഹാ കഥം ഹോ ഗയാ ദാദാജി. അതെ പരീക്ഷ അവസാനിച്ചു ദാദാജി. ദാദാജി തോ കൽ ജായേഗ, എങ്കിൽ നാളെ പോകാം. കേശവ് നെഹി നെഹി അബ് ഹി ജാനാ ചാഹിയെ, വേണ്ട വേണ്ട ഇപ്പോൾ തന്നെ പോകണമെന്ന് കേശവ് വാശി പിടിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ സംഭാഷണം അവസാനിപ്പിച്ചത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തുളസി കാ ദോഹ പഠേം. തുളസീദാസിന്റെ ദോഹയാണ് താഴെ തന്നിരിക്കുന്നത്. അത് വായിച്ചതിന് ശേഷം 6, 7 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞത്. दया धर्म का मूल है, पाप मूल अभिमान. तुलसी दया न छोड़िए जब तक घट में प्राण. ഗഡ് സമാനാർത്ഥി ശബ്ദ ക്യാ ഹൈ എന്നാണ് ചോദ്യം. ഗഡ് എന്ന് പറഞ്ഞാൽ ശരീർ എന്നാണ്. ശരീരാണ് അതിന്റെ ആൻസർ. തുളസി കെ പ്രസ്തുത ദോഹയ്ക്ക് ആശയലേഖൻ. തുളസീദാസിന്റെ ഇവിടെ തന്നിരിക്കുന്ന ദോഹയിലെ ആശയം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ആശയം എഴുതി നോക്കാം. തുളസീദാസ് कहते हैं कि जब तक शरीर में प्राण है तब तक दया को कभी तक तब तक दया न छोड़िए न छोड़ो കേട്ടോ. കോ കബി മത്ത് ചോടോ. മത്ത് പറഞ്ഞാല് അരുത് എന്നുള്ള അർത്ഥം. മത്ത് ചോടോ പറഞ്ഞാല് ഉപേക്ഷിക്കരുത്. ഒന്നുകൂടെ പറയാം. തുളസീദാസ് കാത്തേ ഹേക്ക്, തുളസീദാസ് പറയുകയാണ്. ജബ് തക്ക് ശരീരമേ പ്രാണ ഹേ, നമ്മുടെ ശരീരത്തിൽ എപ്പോൾ വരെയാണോ ജീവനുള്ളത്, തബ് തക്ക് അപ്പോൾ വരെ, ദയാ കോ കബി മത്ത് ചോടോ, നമ്മുടെ മനസ്സിലുള്ള ദയ നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. കബി മത്ത് ഒരിക്കലും, മത്ത് ചോടോ ഉപേക്ഷിക്കരുത്. നമ്മളുടെ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം നമ്മൾ ദയ ഉപേക്ഷിക്കരുത് എന്നാണ് തുളസീദാസ് ആ വരികളിലൂടെ, ആ ദോഹയിലൂടെ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മേരി ദുനിയാ കെ തമാം ബച്ചേ എന്ന കവിതയിലെ ഭാഗമാണ് നമുക്ക് തന്നിരിക്കുന്നത്. वो तुम्हारी दीवारों में छेद कर देंगे एक दिन और आर पार देखने की कोशिश करेंगे. वो सहसा चीखेंगे और कहेंगे देखो उस पार भी मौसम तो हमारे यहाँ जैसा ही है. देखो उस पार भी मौसम हमारे यहाँ जैसा ही है. इससे आपने क्या समझा. ഇതിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് എന്നാണ് ചോദ്യം. നോക്കൂ, ഉസ് പാർബി അപ്പുറത്തെ കാലാവസ്ഥയും ഒരുപോലെ തന്നെയാണ്. അതായത് ഇവിടത്തെയും അവിടത്തെയും കാലാവസ്ഥ ഒരുപോലെയാണ് എന്നതിൽ നിന്നും നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് എന്നാണ് ചോദ്യം. നമുക്ക് ആൻസർ നോക്കാം. യഹ് ബുനിയാദി മാനവീയ समानता और भेदभाव की निरर्थकता को दर्शाता है. എട്ടാമത്തത് യഹ് ബുനിയാദി മാനവീയ സമാനത और भेदभाव की निरर्थकता को दर्शाता है. ഇനി നമുക്ക് 9ാമത്തെ ചോദ്യം നോക്കാം. हरमन के माम से बिछुड़ने का कारण क्या है. ഹർമൻ അമ്മയിൽ നിന്നും വേർപിരിഞ്ഞു പോവാനുള്ള കാരണം എന്താണ്. അതായത് ഇവിടെ അമ്മയും അതുപോലെ അമ്മയും മക്കളും, അതായത് യുദ്ധത്തിന്റെ സമയമാണ്, അവർ ക്യാമ്പിലേക്ക് മാറ്റപ്പെടുകയാണ്. ആ സമയത്ത് സ്ത്രീകളും കുട്ടികളും ഒരു ഭാഗത്തേക്കും പുരുഷന്മാർ മറ്റൊരു സൈഡിലേക്കുമാണ് അവരെ വേർതിരിച്ചത് അല്ലേ. അപ്പൊ അതില് ഹർമൻ അമ്മയിൽ നിന്നും വേർപെട്ടു. അതായത് കുട്ടി എന്ന ഇതിൽ നിന്നും ഹർമൻ മാറിയിരിക്കുന്നു. അവൻ ഒരു പുരുഷനായിട്ടുണ്ട്, അതുകൊണ്ട് അവനെ പുരുഷന്മാരുടെ സൈഡിലേക്ക് മാറ്റി. അപ്പൊ അതാണ് ചോദിച്ചത്. ഹർമൻ കെ മാംസെ ബിച്ചുടനേക്കാ കാരൻ ക്യാ ഹെ. ഹർമൻ അമ്മയിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നത്, അതിന്റെ കാരണം എന്താണ് എന്നാണ് ചോദ്യം. അയ്യോ, അതിന്റെ ആൻസർ ഇവിടെ എഴുതിയിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. അതിൻ്റെ ആൻസർ പറയാം. ഹർമൻ കെ മാസെ ബിച്ചുടനേക്കാ കാരൻ ക്യാ ഹെ എന്നാൽ ഹർമൻ ഏക്ക് ആത്മി ബൻ ഗയാ ഹെ. ഇപ്പോൾ ഹർമൻ ഒരു പുരുഷനായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഹർമൻ അമ്മയിൽ നിന്നും വിട്ടുപിരിയേണ്ടി വന്നത്.
ഇനി നമുക്ക് 10ാമത്തെ ചോദ്യം നോക്കാം. बैरक के അനുഭവോं का जिक्र करते हुए ഹർമൻ की ഡയറിയിലേക്ക്, അവരെ ആ ക്യാമ്പിലേക്ക് മാറ്റപ്പെട്ടല്ലോ, അപ്പൊ ആ ക്യാമ്പിലെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഹർമൻ ഡയറി എഴുതിയതാണ് നമ്മൾ ഇനി സങ്കല്പിച്ച് എഴുതേണ്ടത്. അപ്പൊ എഴുതിയ ഡയറി നോക്കാം. ദിൻ ദിനാങ്ക് എഴുതണം. നിങ്ങൾ എഴുതവിടെ ഒരു ഡേറ്റും അതുപോലെ തന്നെ ദിവസവും എഴുതുക. രവിവാർ, സോമവാർ, അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം എഴുതുക, ഒരു ഡേറ്റും കൊടുക്കുക. ആജ് മേം, പിന്നെ നിങ്ങൾ മുകളിൽ ഡയറി എന്ന് എഴുതണം കേട്ടോ, ഡയറി എന്ന് എഴുതണം, ഡയറി എന്ന് എഴുതുക. आज मैं एक पुरुष होने के कारण मेरी माम से बिछुड़कर रहना पड़ा. അതാ നമ്മൾ നേരത്തെ 9ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കിയില്ലേ, ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ തന്നെയാണിത്. मैं एक पुरुष होने के कारण मेरी माम से बिछुड़कर रहना पड़ा. അപ്പൊ എന്താണ് ഇവിടെ ഹർമൻ ഏക്ക് പുരുഷ് ഹോനേക്ക്, നമുക്ക് അവിടെ ഹർമൻ എന്ന് കൊടുക്കാം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട്. ഹർമൻ ഏക്ക് പുരുഷ് ഹോനേക്ക് കാരണം മാംസേ ബിച്ചുടുക്ക രഹനാപ്പട. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് ഇവിടെ തന്നെ കിട്ടി. ഇനി നമുക്ക് നോക്കാം. ആജ് മേ ഏക്ക് പുരുഷ് ഹോനേക്ക് കാരണം മേരി മാംസേ ബിച്ചുടുക്ക രഹനാപ്പട. ഇന്ന് ഞാനൊരു പുരുഷനായത് കാരണം എനിക്ക് അമ്മയിൽ നിന്നും വേർപെട്ട് താമസിക്കേണ്ടി വന്നു. बैरक में मुझे पहला അനുഭവ, ഇത് എനിക്ക് ക്യാമ്പിലെ ആദ്യത്തെ അനുഭവമായിരുന്നു. വഹാം, ആ ക്യാമ്പിലുള്ള ജീവിതം ഉണ്ടല്ലോ, അത് അവന് ആദ്യത്തെ അനുഭവമായിരുന്നു. വഹാ ഹംകു അധിക കാംദ ലേക്കിൻ ഭോജൻ നിഹിത, അവിടെ ഞങ്ങൾക്ക് വളരെ കൂടുതൽ ജോലി ഉണ്ടായിരുന്നു, പക്ഷേ ഭക്ഷണം കുറവായിരുന്നു, ഭക്ഷണം ഉണ്ടായിരുന്നില്ല. ഭോജൻ നിഹിത, ഭക്ഷണം ഉണ്ടായിരുന്നില്ല. മേ ബായോം സേ ലിപ്പഡ്കർ രഹ, ഞാൻ സഹോദരങ്ങൾക്കൊപ്പം പറ്റിച്ചേർന്ന് നിന്നു. മേനെ വഹാം സേ ഏക്ക് പരിയിലെടുക്കിക്കോ മുലാഖാത് ഹുയി, ഞാൻ അവിടെ വെച്ച് ഒരു മാലാക പെൺകുട്ടിയെ പരിചയപ്പെട്ടു. വഹ് മുജെ ഭോജൻ കെ രൂപ ഏക്ക് സേബ് ദിയ, അവൾ എനിക്ക് ഭക്ഷണ രൂപത്തിൽ ഒരു ആപ്പിൾ നൽകി. വഹ് മേരി പരിയിലെടുക്കി ഹെ, അവൾ എൻ്റെ മാലാക പെൺകുട്ടിയാണ്. മേരി സപ്നെ മേ മാം ആക്കർ കഹാദാക്കി പരിയിലെടുക്കി മുജെ രക്ഷാ കരെ, എൻ്റെ സ്വപ്നത്തിൽ അമ്മ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മാലാക പെൺകുട്ടി എന്നെ രക്ഷിക്കുമെന്ന്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓട്ടോ ഡ്രൈവർ രാജാറാം കെ ചരിത്ര പർ ടിപ്പണി ലിഖേ, ഓട്ടോ ഡ്രൈവർ ആയിട്ടുള്ള രാജാറാമിന്റെ ചരിത്ര പർ ടിപ്പണിയാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. രാജാറാം ഗഗൻ ഗിൽ കാ സംസ്മരൺ ദില്ലി മേ ഉനീന്ദേ കാ മുഖ്യ പാത്ര ഹെ രാജാറാം, ഗഗൻ ഗിൽ എഴുതിയിട്ടുള്ള സംസ്മരണായിട്ടുള്ള ദില്ലി മേ ഉനീന്ദേം എന്നതിലെ മുഖ്യ കഥാപാത്രമാണ് രാജാറാം. രാജാറാം ഏക് ഓട്ടോ ചാലക് ഹെ, രാജാറാം ഒരു ഓട്ടോ ഡ്രൈവറാണ്. വഹ് ഗരീബ് ബീമാർ ഓർ ബേഗർ ബി ഹെ, അവൻ ദരിദ്രനും രോഗിയും വീടില്ലാത്തവനുമാണ്. ഘർ ന ഹോനെ കെ കാരണം ഓട്ടോ കെ പിച്ചലി സീറ്റ് പർ സോത്തെ ഹെ, വീടില്ലാത്ത കാരണത്താൽ തന്നെ അവൻ ഓട്ടോറിക്ഷയിലെ പിൻ സീറ്റിലാണ് ഉറങ്ങുന്നത്. ബഹു സാധാരണ और संवेदनशील व्यक्ति है, അവനൊരു സംവേദനശീൽ വ്യക്തിയാണ്. उसका दृष्टिकोण हमेशा आशावादी रहता है, दूसरों को मदद करने की भावना है, മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനോഭാവം കൂടെ അവനിൽ ഉണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. संकेतों की सहायता से बेघरों की समस्या विषय पर ലഘുലേഖ ലിഖിയും, ഇത് നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യനിലും നമ്മൾ ചെയ്തതാണ് ബേഘരോं की समस्या. അപ്പോൾ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. आज बहुत से लोग ऐसे हैं जिनके पास रहने के लिए घर नहीं है. गरीबी, प्राकृतिक आपदाएं और बेरोजगारी इसके कारण है. बेघर लोग सड़क पर रहते हैं और उन्हें भोजन, कपड़ा व इलाज जैसी जरूरी चीजें भी ठीक से नहीं मिलती. समाज को ऐसे लोगों की मदद करनी चाहिए, तभी वे सम्मान से जीवन जी पाएंगे. समाज के लोग भी सहयोग करें तो इनकी जिंदगी बदल सकती. ആജ് ബൗത്തസെ ലോകേസ്, ഇന്ന് ഇതുപോലെയുള്ള ഒരുപാട് ആളുകളുണ്ട് വീടില്ലാതെ, ബേഗർ അതായത് വീടില്ലാത്തവരായിട്ട്. അങ്ങനെയുള്ള ആളുകൾ ഒരുപക്ഷെ അവരുടെ ദാരിദ്ര്യം കൊണ്ടോ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തം കൊണ്ടൊക്കെ സംഭവിച്ചതായിരിക്കാം. ഇങ്ങനെയുള്ള ആളുകൾ കഴിയുന്നത് റോഡിലാണ്. അവർക്ക് ഭക്ഷണമോ അതുപോലെ തന്നെ വസ്ത്രമോ ചികിത്സയോ ശരിയായ രീതിയിൽ ലഭിക്കുന്നില്ല. സമാജം ഐസ ലോകം മദത് കാരണം ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം, സഹായിക്കേണ്ടത് അത്യാവശ്യമാണ്. തബി വേ സമ്മാൻസെ ജീവൻ ജീവായ, അപ്പോഴാണ് അവർക്ക് നല്ല രീതിയിൽ ജീവിതം മുമ്പോട്ടേ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. സമാജ് കെ ലോഗ് ബി സഹयोग करें तो उसकी इनकी जिंदगी बदल सकती है.
ഈ സമൂഹത്തിലുള്ള ആളുകൾ അവരെ ചേർത്ത് നിർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിന് മാറ്റം വരുത്താൻ സാധിക്കും. ഇത് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഇതിനു മുമ്പ് പറഞ്ഞിരിക്കുന്ന ഈ ചരിത്ര ടിപ്പണി ഇതൊക്കെ നമ്മൾ വേറെ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളതാണ്. മിഡ് ടേമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. പൈതൽ ചൽത്താ ഹുവ ആത്മി എന്ന കവിതയുടെ വരികൾ തന്നിട്ട് അതിൻ്റെ ആശയം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പൈതൽ ചൽത്താ ഹുവ ആത്മി കവിതയുടെ ആശയം എഴുതിയത് നോക്കാം. ഇതാണ് കവിതയുടെ ആശയം. ആസ്വാദൻ ടിപ്പണി ചോദിച്ചാലും ആശയം ചോദിച്ചാലും നമ്മൾ എഴുതേണ്ടത് ഒരേ ആൻസറാണ് കേട്ടോ. कवि स्वप्निल श्रीवास्तव की कविता पैदल चलता हुआ आदमी आम आदमी की ताकत और महत्व को बताती है. കവി സ്വപ്നിൽ ശ്രീവാസ്തവ എഴുതിയിട്ടുള്ള പൈതൽ ചൽത്താ ഹുവ ആത്മി എന്ന കവിതയിൽ സാധാരണ ജനങ്ങളുടെ ശക്തിയും മഹത്വവുമാണ് പറയുന്നത്. കവി कहता है कि जब बड़े लोग अपनी कारों में बैठकर चलते हैं तो वे पैदल चलने वाले गरीब आदमी को तुच्छ समझते हैं. കവി പറയുകയാണ്, വലിയ ആളുകൾ അതായത് ധനികന്മാർ അവരുടെ സ്വന്തം കാറുകളിലിരുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് കാൽനടയായിട്ട് പോകുന്ന ദരിദ്രരായവരെ തുച്ഛഭാവത്തോട് കൂടിയിട്ട് നോക്കുന്നു, അവര് തുച്ഛരാണെന്ന് മനസ്സിലാക്കുന്നു. പരന്തു അസൽമേ വഹി ആത്മീ സബ്സേ ജ്യാദ മെഹനത്തി ഓർ ശക്തിശാലി ഹെ. എന്നാൽ യഥാർത്ഥത്തിൽ ആ ആളുകൾ വളരെ മെഹനത്തി പരിശ്രമശാലികളും വളരെയധികം പരിശ്രമം ചെയ്യുന്നവരും ശക്തിശാലികളുമാണ്. വഹി അനാജ് ഉഗത്താഹെ, അവർ ധാന്യം ഉൽപ്പാദിപ്പിക്കുന്നു. ഗർ ബനാത്താഹെ, വീട് നിർമ്മിക്കുന്നു. അവർ സമാജിക്കോ ചലാത്ത, അങ്ങനെ സമൂഹത്തിന് മുമ്പോട്ട് നയിക്കുന്നു. അഗർ വഹ് കാം കർണ ബന്ദ് കർ ദേഗത്തോ, ഒരു പക്ഷേ അവർ ജോലി ചെയ്യുന്നത് നിർത്തിവെക്കുകയാണെങ്കിൽ അമീർ ലോഗോ കാ ജീവൻ രുക്ക് ജായേഗ, ധനികരായ ആളുകളുടെ ജീവിതം രുക്ക് ജായേഗ. इनी इस प्रकार कवि हमें यह सिखाता है कि हमें किसी को छोटा नहीं समझना चाहिए. ഈ പ്രകാരം കവി ഹമേ സിഖാത്ത ഹെ कि നമ്മളെ ഇത് പഠിപ്പിക്കുന്നു, കിസിക്കോ ചോട്ടാ നെഹി സമജ്നാ ചാഹിയെ, നമ്മൾ ആരെയും ചെറിയവനാണ് എന്ന് കരുതരുത്, ആരും ചെറുതല്ല. ക്യോങ്കി ഹർ വ്യക്തി അപ്നെ കാം സെ സമാജ് കെ ലിയെ ജരൂരി ഓർ സമ്മാൻ കെ യോഗ്യ ഹെ. എന്തുകൊണ്ടെന്നാൽ ഓരോ വ്യക്തിയും അവരവരുടെ പ്രവൃത്തി കൊണ്ട് സമൂഹത്തിൽ ആദരവിന് യോഗ്യരാണ്. എല്ലാവരും അവരവരുടേതായിട്ടുള്ള കഴിവുകളിൽ ആദരവ് അർഹിക്കുന്നവർ തന്നെയാണ്. അവർക്ക് ആദരവ് നമ്മൾ എല്ലാവരും നൽകേണ്ടത് തന്നെയാണ് എന്നാണ് ഈ കവിതയിലൂടെ കവി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗലീലിയോയുടെ ഗലീലിയോ ആ ലേഖ് വായിച്ചതിന് ശേഷം അതിൽ തന്നിരിക്കുന്ന ഭാഗം വായിച്ചതിന് ശേഷം 13, 14 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പഹ്ചാൻകർ ലിഖേങ്കി കോൺസാ ക്രമം സഹി ഹെ, തിരിച്ചറിഞ്ഞ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് ക്രമമാണ് ശരി? അപ്പോൾ നമുക്ക് ആദ്യം ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. ആജ് സെ കരീബ് 400 साल पहले की बात है. पूर्णमासी की एक रात थी. 12 साल का एक लड़का चांद को देखते हुए एक पहाड़ी पर चढ़ रहा था. उसे लगा कि चांद भी उसके साथ चढ़ रहा है. उसे बड़ा मजा आया. गैलीलियो डॉक्टर बनना चाहते थे. बचपन से आलसी थे. महान वैज्ञानिक थे. അപ്പം എന്താണ്? ഗലീലിയോ മഹാൻ വൈജ്ഞാനിക थे. പിതാ ഡോക്ടർ ബന്ന ചാത്തേ थे. പിതാവാണ് അവനെ ഡോക്ടറാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്നത് അല്ലേ? അപ്പം ഇങ്ങനെയാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇങ്ങനെ 5ഉം 1ഉം 5ഉം അതുപോലെ തന്നെ 3ഉം 2ഉം ആണ്. 1 5 ഇവിടെ ഒരു ആൻസർ മാത്രമാണ് നമ്മൾക്ക് എഴുതാനുള്ള 1ഉം അതുപോലെ തന്നെ എന്താണ് 5. ഇവിടെ 1 2 എന്ന് തന്നിട്ടുണ്ട്. 1 2 ഗലീലിയോ, അത് തെറ്റാണ്. 1 4 4 അതും തെറ്റാണ്. അപ്പോൾ ഇവിടെ 1 5 എന്ന് പറഞ്ഞിട്ടുള്ള ആൻസർ മാത്രമാണ് കറക്റ്റായിട്ട് വരുന്നത്. 1 3 പറഞ്ഞിട്ടുണ്ട്. 1 3 തെറ്റാണ്. അതുപോലെ തന്നെ 1 2 അതും തെറ്റാണ്.
1 5 എന്നത് ശരിയാണ്, 1 4 എന്നത് തെറ്റാണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള ആൻസർ ഏതാണ്? 1 5 ആണ് അല്ലേ? 1 5. അപ്പോൾ അതാണ് നമ്മൾ എഴുതേണ്ടത്. ഇത് എടുത്തെഴുതുക. इन्हें वाक्य विस्तार करें। पिता ने पढ़ने के लिए डॉक्टरी, गलीलियो को भेज दिया, गलीलियोയെ അയച്ചു. ആൻസർ നോക്കാം. ഗലീലിയോ കോ പഠനെ കെ ലിയെ भेज दिया. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ പഠനെ കെ ലിയെ തന്നിട്ടുണ്ടല്ലോ, അത് ചേർത്തിട്ട് ഫസ്റ്റ് സെന്റൻസ് നമ്മൾ ഉണ്ടാക്കി. ഗലീലിയോ പഠനെ കെ ലിയെ भेज दिया. അടുത്തത് ഗലീലിയോ കോ ഡോക്ടറി പഠനെ കെ ലിയെ भेज दिया. ഇവിടെ നിൽക്കുക ഡോക്ടറി തന്നിട്ടുണ്ട്, അതും കൂടെ എടുത്ത് നമ്മളൊരു സെന്റൻസും കൂടെ ഉണ്ടാക്കി. गलीलियो को डॉक्टरी पढ़ने के लिए भेज दिया. അടുത്തത് पिता ने गलीलियो को डॉक्टरी पढ़ने के लिए भेज दिया. അടുത്തത് വരുന്നത് पिता ने गलीलियो को डॉक्टरी पढ़ने के लिए भेज दिया. पिता ने गलीलियो को डॉक्टरी पढ़ने के लिए भेज दिया. അപ്പോൾ നമ്മൾ ഈ സെന്റൻസ് ഏറ്റവും വലിയൊരു സെന്റൻസ് ആക്കി എഴുതി കൊടുത്തു. അപ്പോൾ നമ്മൾ വാക്യവിസ്താർ ഇവിടെ കംപ്ലീറ്റ് ആണ്. വാക്യവിസ്താർ മാത്രമായിട്ടൊരു 3-4 വാക്യവിസ്താർ മാത്രമായിട്ട് നിങ്ങൾക്കൊരു ക്ലാസ് ചെയ്യുന്നതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. എങ്ങനെ ചെയ്യണം എന്നത് അതിലൂടെ വിശദമായിട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ ഒരു കുട്ടി, അതായത് ഒരു സ്റ്റുഡൻറ്റ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ തരാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ ആൻസർ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ട്. ഇന്നലെയാണ് ഞാൻ ആ കമൻറ്റ് കണ്ടത്. അപ്പോൾ പെട്ടെന്ന് ചെയ്തതുകൊണ്ടാണ് കുറച്ച് സ്പീഡിലാക്കുന്നത് കേട്ടോ. പെട്ടെന്നാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ എടുത്തതും അതിനുള്ള ആൻസർ എഴുതിയതും ചെയ്യുന്നതും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നീച്ചെ ദിയെ ഗണ്ട് പഠിക്കർ, അതായത് താഴെ തന്നിരിക്കുന്ന പാരഗ്രാഫ് നോക്കിയിട്ട് 15 മുതൽ 17 വരെ ചോദ്യത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വിശേഷൻ ശബ്ദ ചുൻകർ ലിഖേം, ഒന്നാമത്തത് വിശേഷൻ ശബ്ദം എഴുതാനാണ്. പഹ്ചാൻ എന്ന് പറഞ്ഞാൽ തിരിച്ചറിവ് എന്നാണ്. മൗസൂദ് പ്രദൂഷൺ അതൊന്നുമല്ല. എന്താണ്? ബഹുത്ത് പറഞ്ഞാൽ കൂടുതൽ എന്നുള്ള അർത്ഥമാണ്. അപ്പം അതാണ് എന്തായിട്ട് വരുന്നത്? വിശേഷണമായിട്ട് വരുന്നത്. ഇതൊന്നും വിശേഷണമല്ല. ഓക്കെ, ഇതൊന്നും വിശേഷണമല്ല. ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ വ്യക്തിയോ വിശേഷിപ്പിക്കുന്നതാണ് വിശേഷൺ. നമൂനയ്ക്ക് അനുസാർ വാക്യ ബദൽക്കർ ലിഖേം, ഇവിടെ തന്നിരിക്കുന്ന മാതൃക അനുസരിച്ച് സെന്റൻസ് മാറ്റി എഴുതാനാണ് പറഞ്ഞത്. പ്ലാസ്റ്റിക് പ്രദൂഷൺ ബഡ്താ ഹേ, പ്ലാസ്റ്റിക് പ്രദൂഷൺ ബഡേഗ. അതുപോലെ നമ്മളിവിടെ മാറ്റണം. പ്ലാസ്റ്റിക് കെ കാരൺ ബീമാരിയാ ബഡ്തി ഹേ, പ്ലാസ്റ്റിക് കെ കാരൺ ബീമാരിയാ ബഡേഗി അല്ലേ? ബഡേഗെ. ഇനി നമുക്ക് 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്ലാസ്റ്റിക് പ്രദൂഷൺ കം കർനെ കാ പഹല കദം ക്യാ ഹേ? പ്ലാസ്റ്റിക് പ്രദൂഷൺ കം കർനെ കാ പഹല കദം ക്യാ ഹേ? നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന പാരഗ്രാഫിൽ നിന്നാണ് നിങ്ങൾ അതിൻ്റെ ആൻസർ എഴുതേണ്ടത്. പഹല കദം ഹേ, കണ്ടോ? ഇത് ഇവിടെ നിന്ന് തുടങ്ങും, ഇത് അവസാനിക്കും. അപ്പം നമ്മൾക്ക് ഇവിടെ നോക്കാം. ഇനി ഇതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാ ആൻസറും നോക്കിക്കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ 2 ക്വസ്റ്റ്യൻ കൂടെ, 3 സെറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതിലുള്ളത്. 2 ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഒരു സെറ്റാണ് നമ്മളിപ്പോൾ ചെയ്തത്, ബാക്കി അടുത്ത് തന്നെ ചെയ്യുന്നതാണ്. ക്ലാസ് നിങ്ങൾ നിർബന്ധമായിട്ടും കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് അറിയിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ.